ഈ ഒരു വീഡിയോ കണ്ടാൽ നമ്മൾ കരഞ്ഞു പോകും, അറിയാതെ കണ്ണീർ നനഞ്ഞു പോകും. അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കണ്ടു നോക്കും. കരഞ്ഞു പോകും ഞങ്ങൾക്ക് വെറുതെ പറ്റി വിമർശനമുണ്ട്, പക്ഷെ വ്യക്തിപരമായില്ല. വളരെ സങ്കടത്തോടു കൂടിയാണ് ആ വാക്കുകൾ വായി നിന്ന് വരുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ ഇത്രയധികം ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ള നാളുകൾ വേറെ ഉണ്ടായിരുന്നില്ല. ഇന്ന് സന്തോഷത്തിന്റെ നാളുകളാണ്. അതുകൊണ്ടാണ് അവർ ഇത്രയധികം കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ആ വാക്കുകൾ പറയാൻ കിട്ടാതെ പറയുന്നത്. പക്ഷെ ഈ തുടർച്ച, ഇത് ഭരണ തുടർച്ച ഉണ്ടാകണം. ആര് മുഖ്യമന്ത്രിയാവട്ടെ, ഭരണ തുടർച്ച ഉണ്ടാകണം. 100 കോടി ചെലവഴിച്ച് പെരുമ്പടം പാലം പണിതതിന്റെ പേരിൽ പല കാലങ്ങളോടും മുഖ്യമന്ത്രിയോട് വിയോജിപ്പുണ്ട്. എങ്കിലും ഈ ഭരണത്തോട് അവർക്ക് വിയോജിപ്പുണ്ടെങ്കിലും അവരുടെ നാട്ടിലേക്ക് ഈ ഒരു വികസനം കൊണ്ടുവന്നതിൽ അവർ ഏറെ സന്തോഷിക്കുകയാണ്. അവരുടെ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ നിന്നാണ് ആ വാക്കുകൾ വരുന്നത്. 108 കോടി രൂപ പദ്ധതിയിലെ ജനങ്ങൾ അറിയാതെ ആരാ കൊടുക്കണത്? ഏത് സർക്കാർ ചെയ്യും അറിയാതെ. വർണ്ണ മനോഹരമായ പെരുമ്പടം പാലത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ എല്ലാ മനുഷ്യരുടെയും മനസ്സൊന്ന് കുളിർക്കും. കാരണം ആ നാട്ടിലുള്ളവരുടെ സ്വപ്നങ്ങളാണ് ഇതിലൂടെ പൂവണിഞ്ഞിരിക്കുന്നത്. ആര് കൊടുക്കും? നിങ്ങൾ കൊടുക്കുക, മോദിക്ക് കൊടുക്കുക, മോചാരി കഴിയുക. മോദി കൊടുക്കുക, ഉമ്മൻചാണ്ടി കൊടുക്കുക. നിങ്ങൾ പറ. ഇക്കരയിൽ നിന്നുള്ള ആളുകൾ പോലും അക്കരയ്ക്ക് പോകാറില്ല. കാരണം ജലമാർഗം വഴി മാത്രമേ സഞ്ചാരമുള്ളൂ. പാതയില്ലാത്തതുകൊണ്ട് ഒരുപാട് ആലോചനകൾ മുടങ്ങുന്നു, വിവാഹങ്ങൾ നടക്കാതിരിക്കുന്നു, ആശുപത്രിക്ക് പോകാൻ കഴിയാതെ പലവരും അപകടത്തിലാകുന്നു. ഇങ്ങനെയുള്ള ദുരിതത്തിൽ നിന്നും ഇന്നിവർ കരകയറിയിരിക്കുന്നു. ആ സ്വപ്ന സാക്ഷാത്കാരം ഇന്ന് പൂവണിഞ്ഞതിന്റെ വളരെ സന്തോഷത്തിലാണ് ആ ഗ്രാമവാസികളുടെ മനസ്സിൽ. അതുകൊണ്ടാണ് ആനന്ദ കണ്ണീരുകൾ പുറത്തു വരുന്നത്. ഞങ്ങൾക്ക് സർക്കാർ വിമർശനമുണ്ട്, പക്ഷെ ഇതുപോലെ വികസന പ്രവർത്തനം തുടരാം തീരുമാനിക്കേണ്ട ജനങ്ങളാണ്. വികസനം തുടരട്ടെ, അതാണ് ഇപ്പൊ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഒരു തുടർ ഭരണം എന്നതിനുപരി മറ്റൊന്നും തന്നെ കേരളത്തിലില്ല. ഇനി ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ നയിക്കുന്ന കേരള സംസ്ഥാന മുഖ്യമന്ത്രി തന്നെയാണ്. തുടർ ഭരണം തീർച്ചയായും അനിവാര്യമാണ് എന്ന് തന്നെയാണ് അവിടെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഏറെ വിമർശനമുണ്ടെങ്കിലും ഒരുപാട് ആളുകളുടെ ദുരിതത്തിൽ നിന്നും മോചനം ലഭിച്ചതുകൊണ്ട് പല ആളുകളും അല്ലെങ്കിൽ ഈ സമൂഹം തന്നെ ഒന്നായി പറയുന്നുണ്ട് തുടർ ഭരണം ആവശ്യമാണെന്ന്. ഇത്തരത്തിൽ നാടിന് വികസനം ചെയ്യാൻ മറ്റാർക്ക് സാധിക്കും? LDF സർക്കാരിനല്ലാതെ എന്നുള്ള വാക്കുകളാണ് ആളുകളുടെ ഹൃദയത്തിൽ നിന്നും വരുന്നത്. അതുകൊണ്ട് ഈ നാടിന് വികസനത്തിന് ആവശ്യമായുള്ള തുടർ ഭരണം ആവശ്യമാണ്. പറ്റി വിമർശനമുണ്ട്, പക്ഷെ വ്യക്തിപരമായില്ല. വിമർശനം പക്ഷെ ഈ തുടർച്ച, ഇത് ഭരണ തുടർച്ച ഉണ്ടാകണം. ആര് മുഖ്യമന്ത്രി